കാലാകാലങ്ങളിൽ മലങ്കര സഭയ്ക്ക് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മാത്രമേ ആള് വന്നിട്ടുള്ളൂ. ഇപ്പോ കഞ്ഞിക്കുഴി സഭക്കാർ പറയുന്നല്ലേ, ഞങ്ങൾ ഈജിപ്തിലോട്ട് കത്തയച്ചു, എത്യോപ്യയിലേക്ക് കത്തയച്ചു, ഞങ്ങൾ അർമീനിയയിലേക്ക് കത്തയച്ചു. ആ എങ്ങും ചെന്നില്ല. സത്യത്തിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം മാത്രമേ ഉള്ളൂ മലങ്കരയുടെ നിലവിളിക്ക് കാതോർക്കുവാൻ ഒരു സ്ഥലം. അവിടേക്കേ കത്തയച്ചിട്ടുള്ളൂ, അവിടെ നിന്നാണ് ആള് വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം മലങ്കര സഭയെ രക്ഷിക്കുവാൻ വേണ്ടി പട്ടം വാങ്ങാൻ പോകുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. അത് വലിയ ചരിത്ര സംഭവമാണ്. റോമൻ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പമാരിൽ, ഈ പോപ്പുമാരുടെ പട്ടികയിൽ ഏറ്റവും ക്രൂരനായ പോപ്പ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ആറാമനാണ്. അതിനേക്കാൾ ഭീകരനായ ഒരു പോപ്പില്ല. ആ പോപ്പിന്റെ ഭരണകാലമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ വാസ്കോഡിഗാമയുടെ കൂടെ വന്ന ഒരു കപ്പിത്താൻ കബ്രാളിന്റെ കപ്പലിൽ കയറി സ്പെയിൻ വഴി റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ ജോസഫ് ഒരു സീറ്റ് തരപ്പെടുത്തി പോവാണ്. മലയാളിയാണ്. അങ്ങനെ ജോസഫ് വത്തിക്കാനിൽ എത്തുന്നു, റോമിലെത്തുന്നു. വലിയ വാർത്തയായി. അതിന്റെ കാരണം ഇന്നത്തെ ബിറ്റ് കോയിൻ പോലെ, അല്ലെങ്കിൽ ഇന്നത്തെ ഓഹരി വിപണിയിലെ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന ഷെയർ പോലെയൊക്കെ, ഷെയർ ട്രേഡിംഗ് പോലെയൊക്കെ അന്ന് യൂറോപ്യന്മാരുടെ ഭാഗ്യം കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു മലങ്കര അല്ലെങ്കിൽ മലബാർ. മലബാർ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് തികച്ചും അന്യമായ അജ്ഞാതമായ ഭൂമികയാണ്. അവിടെ സ്വർണം വിളയുന്നു, കറുത്ത പൊന്ന് കിട്ടും, സ്പൈസസ് അവിടെ കിട്ടും, ആനക്കൊമ്പും ചന്ദനവും ഒക്കെ കിട്ടും, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മലബാറിൽ ചെന്നാൽ വലിയ ധനികരാകാം. അതുകൊണ്ട് യൂറോപ്പിലെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ മലബാറിനെ സംബന്ധിച്ച് അറിയുവാൻ, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുവാൻ കൊതിച്ചിരുന്ന കാലമാണ്. ആ കാലഘട്ടത്തിലാണ് മലബാറിൽ നിന്ന് ഒരാൾ നേരിട്ട് യൂറോപ്പിലെത്തുകയാണ്. അങ്ങനെ ജോസഫ് എന്ന് പറയുന്ന മലയാളി അവിടെയുള്ള ധനികരുടെ ഒക്കെ അത്താഴ വിരുന്നിലെ വിശിഷ്ട അതിഥിയായി മാറാൻ താമസം എടുത്തില്ല. എല്ലാവരും ജോസഫിന്റെ കഥ കേൾക്കുകയാണ്. ജോസഫിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ജോസഫിന്റെ മുമ്പിൽ ധനികരും പ്രഭുക്കന്മാരും ക്യൂ നിൽക്കുന്നു. അവർ ജോസഫിനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് കേരളം, എന്താണ് കേരളം അല്ല മലബാർ. അങ്ങനെ ജോസഫ് ഒരു തിരക്കുള്ള വ്യക്തിയായി തീർന്നു. ജോസഫിന്റെ ഇന്റർവ്യൂകൾ പലതവണ എടുക്കുന്നു, ജോസഫിനോട് ചോദിക്കുന്നു. ഈ വിവരം പോപ്പ് അലക്സാണ്ടറിന്റെ കാതുകളിലെത്തി. അങ്ങനെ പോപ്പ് അലക്സാണ്ടർ ഒരു അഭിമുഖം അനുവദിക്കുകയാണ്. ജോസഫിനെ വിളിപ്പിച്ചു. അങ്ങനെ മലയാളിയായ ജോസഫ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ പോപ്പിന്റെ മുമ്പിൽ, അന്ന് ആ പോപ്പിന്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾ ഭയപ്പെടും. കാരണം പോപ്പിന് ഒരു സെക്കൻഡ് അഹിതമുണ്ടായാൽ അപ്പോൾ തന്നെ ശിരസറുത്ത് എറിയുന്ന കാലഘട്ടമാണ്. പക്ഷെ ഒരു കുസലമില്ലാതെ ജോസഫ് പോപ്പ് അലക്സാണ്ടറിന് മുമ്പിൽ ചെന്ന് അഭിമുഖം കൊടുക്കണം. അപ്പൊ പോപ്പ് ചോദിക്കണം, നീ എവിടെയാണ് പോകുന്നത്, നിന്റെ യാത്രോദ്ദേശം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പട്ടം മേടിക്കാൻ ഞാൻ പോകുന്നു. അപ്പൊ പോപ്പ് അലക്സാണ്ടർ അത്ഭുതപ്പെട്ടു, നീ എവിടെയൊക്കെയാണ് പട്ടം മേടിക്കാൻ പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ത്യോക്യയിലേക്ക് പോവാൻ, പട്ടം വാങ്ങുവാൻ. അപ്പൊ പോപ്പ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അന്ത്യോക്യയിലേക്ക് പോകുന്നത്? ഇവിടെ പട്ടം കിട്ടുമല്ലോ. അപ്പൊ പറഞ്ഞു, പൂർവികമായി ഞങ്ങളുടെ പൗരോഹിത്യത്തിന്റെ ഉറവിടം അന്ത്യോക്യയാണ്. അപ്പൊ ജോസഫ് എന്ന് പറയുന്ന ഇന്ത്യൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ ചൂടപ്പം പോലെ വിറ്റു. കാരണം അന്ന് വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ വിറ്റഴിക്കപ്പെട്ടു. കാരണം എല്ലാവർക്കും മലബാറിനെ പറ്റി അറിയണമായിരുന്നു. അങ്ങനെ ജോസഫിന്റെ യാത്ര പൂർത്തീകരിക്കപ്പെട്ടു ഇല്ല, അദ്ദേഹത്തിന് പട്ടം കിട്ടിയില്ല. ആ യാത്രയെ അവർ മുടക്കിക്കളഞ്ഞു. പക്ഷെ ജോസഫ് തന്റെ ആഗ്രഹം പറയുന്നുണ്ട്, താൻ അന്ത്യോക്യൻ പാത്രിക്കീസിനെ കാണാൻ പോവാണ്. ഇവിടെ പല ആളുകളും പേർഷ്യയിലാണ് അന്ന് പട്ടം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പേർഷ്യക്ക് പോകാൻ എളുപ്പമാണ്. പേർഷ്യക്കല്ല പോയത്. വളരെ ദുർഗമമായ യാത്രയാണ്, ദുർഘടമായ യാത്രയാണ് അന്ത്യോക്യൻ പാത്രിക്കീസിനെ കാണാൻ പോകുന്നത്. ആ ദുർഘടമായ പാത തെരഞ്ഞെടുത്ത് ഞാൻ അങ്ങോട്ട് പോകും എന്നാണ് ജോസഫ് എന്ന ഇന്ത്യൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ ഭാഗധേയം, മലങ്കര സഭയുടെ അവകാശം പരിശുദ്ധ സിംഹാസനത്തിന്, അന്ത്യോക്യ സിംഹാസനത്തിനാണ് നൽകപ്പെട്ടിരുന്നത്. അതിനെ പോപ്പ് അലക്സാണ്ടർ പോലും മാനിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം മാത്രമാണ് മലങ്കര സഭയുടെ നിലവിളിക്ക് കാതോർത്തിട്ടുള്ളത്. ആ സിംഹാസനത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ മണിമുത്തുകളെ മലങ്കരയിലേക്ക്, നമുക്കറിയാമല്ലോ, 93-ാമത്തെ വയസ്സിലാണ് അന്ത്യോക്യ സുറിയാനി സഭയുടെ മഫ്രിയാനിയായിരുന്ന ബസേലിയോസ് എൽദോബാവ കോതമംഗലത്തേക്ക് വരുന്നത്. കേവലം 9 ദിവസം മാത്രമേ അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുപോലെ എത്രയെത്ര യാത്രാ സംഘങ്ങൾ
അവിടെ നിന്ന് പുറപ്പെട്ടു. മലങ്കരയിലുള്ള മക്കൾ തങ്ങൾക്ക് വേണ്ടി ആത്മീക നൽവരങ്ങളും പ്രാർത്ഥന അനുഭവങ്ങളും ഒക്കെയായി വരുന്ന അന്ത്യോക്യൻ പിതാക്കന്മാരെ അവർ കാത്തിരുന്നു. അവർ എപ്പോഴും അന്നത്തെ കാലത്ത് വാട്സാപ്പും മെസ്സഞ്ചറും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പ്രതീക്ഷയോടെ ആകാശത്ത് നോക്കും, പിതാക്കന്മാർ വരുന്നതിന്റെ വല്ല അടയാളവും കാണുമോ എന്ന്. സന്ധ്യ കഴിയുന്ന സമയത്ത് കൊയ്ത്തും മെതിയും ഒക്കെ കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് വീഴുന്ന സമയത്ത് ചെറിയതായിട്ട് മുരിഞ്ഞു കത്തുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ വീട്ടിലേക്ക് വയലുകളിൽ നിന്ന് നടന്നു പോകുമ്പോൾ ഗൃഹനാഥൻ ആകാശത്തേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കൊള്ളിമീനോ അടയാളമോ ഒക്കെ ഉണ്ടെങ്കിൽ പറയും, നോക്ക് അവിടെ ഒരു അടയാളം കാണുന്നുണ്ട്, പിതാക്കന്മാർ വരുന്നതായിരിക്കും എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അവർ ഒരു പിതാക്കന്മാരുടെ ഒരു സംഘത്തെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ കാലാകാലങ്ങളിൽ വല്ലപ്പോഴും വരുന്ന ആ പിതാക്കന്മാരുടെ ആഗമനത്തെ കാത്തിരുന്ന ഒരു സഭയാണ് മലങ്കര സഭ. ആ സഭയെയാണ് ഈ പോർച്ചുഗീസുകാർ വന്ന് വളരെ എളുപ്പം കീഴ്പ്പെടുത്തി കളഞ്ഞത്. പക്ഷെ ആ സഭയെ വൈദേശിക ശക്തികളുടെയും മറ്റ് ഇടത്തൂട്ടുകാരുടെയും പാഷണ്ഡികളുടെയും ഒക്കെ ക്രൂര ദംഷ്ട്രകളിൽ നിന്ന് കാലാകാലങ്ങളിൽ വിടുവിക്കുവാൻ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് പിതാക്കന്മാർ പുറപ്പെട്ടു പോന്നിട്ടുണ്ട്. അത് ഇഗ്നാത്തിയോസ് അഹത്തുള്ള ബാവയായാലും, അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവയായാലും, അത് ബെസേലിയോസ് എൽദോ ബാവയായാലും, അത് പത്രോസ് പാത്രിക്കീസ് ബാവയായാലും, എല്ലാം കാലാകാലങ്ങളിൽ ആ സിംഹാസനത്തിന്റെ ഒരു കരുതലാണ്.